നമസ്കാരം. എയിം ടു പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ചോദ്യം എന്ന് പറയുന്നത് LGS 2023 ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് സങ്കര ഇനം തക്കാളി ഏതാണെന്നാണ്. ഇതിനകത്ത് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, അക്ഷയ എന്ന 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. എൻ്റെ ഉത്തരം അക്ഷയയാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സങ്കര ഇനം പച്ചക്കറി വിത്തുകളെ പറ്റിയിട്ടാണ്. ഇവിടെ പേരുകളാണ്. നമുക്കപ്പോൾ തക്കാളിയിൽ തന്നെ തുടങ്ങാം. തക്കാളിയുടെ സങ്കര ഇനം വിത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശക്തി, മുക്തി, അക്ഷയ, മനുലക്ഷ്മി, മനുപ്രഭ. ശക്തി, മുക്തി, അക്ഷയ, മനുലക്ഷ്മി, മനുപ്രഭ എന്നിവയാണ് തക്കാളിയുടെ പ്രധാനപ്പെട്ട ഇനങ്ങളായിട്ട് പറയുന്നത്. ഇനി ഇതല്ലാതെ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്തതാണ് പാവയ്ക്ക. പാവയ്ക്കയുടെ സങ്കരയിന വിത്തുകളാണ് പ്രിയ, പ്രിയങ്ക, പ്രീതി എന്നിവ. ഇതൊരുപാട് പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പാവയ്ക്കയുടേതെന്ന് പറയുന്നത്. എന്നാലും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം, ഇനിയും ചോദിച്ചേക്കാം. ഇനി നമ്മൾ നോക്കുന്നത് വെണ്ടയ്ക്കയുടെയാണ്. വെണ്ടയ്ക്കയുടെ സങ്കരയിനം വിത്തുകൾ കിരൺ, സൽകീർത്തി, അരുണ എന്നിവയൊക്കെയാണ് വെണ്ടയ്ക്കയുടെ വിത്തുകൾ. അടുത്തത് നമ്മൾ നോക്കുന്നത് മുളകാണ്. ജ്വാലാമുഖി, ജ്വാലാസഖി, ഉജ്ജ്വല, സമൃദ്ധി, കീർത്തി എന്നീ വിത്തനങ്ങളെല്ലാം മുളകിൻ്റെ വിത്തനങ്ങളാണ്. അപ്പം നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സങ്കരയിനം തക്കാളിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് മറ്റു ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നുള്ളവയായിരുന്നു. അതിപ്പോൾ 2 നമ്മൾ പറഞ്ഞത് ജ്വാലാമുഖിയാണെന്നുണ്ടെങ്കിലും ഉജ്ജ്വലയാണെന്നുണ്ടെങ്കിലും മുളകിൻ്റെ സങ്കരയിനമാണ്. ഇനി നമുക്ക് വഴുതനയുടെ ഇനങ്ങൾ നോക്കാം. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നുള്ളതിൽ ഏത് ചോദിച്ചാലും അത് വഴുതനയുടെ ഇനങ്ങളാണ്. ഇനി ഇതിൻ്റെ ഓപ്ഷൻ്റെ അകത്ത് നമ്മൾ പറയാതെ വിട്ടുപോയത് അനുഗ്രഹയാണ്. ഈ അനുഗ്രഹയും ഉജ്ജ്വലയും ജ്വാലാമുഖിയും 3 മുളകിൻ്റെ സങ്കരയിന വിത്തുകളാണ് കേട്ടോ. അക്ഷയയാണ് ഇതിൻ്റെ അകത്ത് തക്കാളിയുടെ വിത്തിനം. ഇതിന് കൂടുതലൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഇപ്പോൾ ഏകദേശം നമുക്ക് അത്യാവശ്യം PSC ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് ഉത്തരം തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ അങ്ങനെ ചോദിക്കാറില്ല. അല്ലെങ്കിൽ ഡെയിലി വരുന്ന നമ്മുടെ കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിത്തനങ്ങൾ, അതായത് പുതിയതായിട്ട് നമ്മുടെ കാർഷിക കോളേജ് ഇറക്കിയിട്ടുള്ള വിത്തനങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് PSC അല്ലാതെ ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൂടുതൽ ആഴത്തിൽ പോയി പഠിക്കേണ്ട ഒരു കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഇതിൽ നിന്നും കിട്ടാൻ സാധ്യത ഉള്ളത് കിട്ടും. അതല്ലാതെ ഞാൻ പറഞ്ഞ പോലെ കറണ്ട് അഫെയർസ് ലെവലിൽ വേണമെങ്കിൽ കിട്ടിയെങ്കിലും ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങോട്ട് പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ വീഡിയോ ആയിട്ട് ഇത് ചെയ്തു നിർത്തിയത്. ശരി.